Hello everyone, once again welcome back to EduTutor. MEG10ൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ഉം 2ഉം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 3 ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. Question number 1. Examine the attempts made by the several education commissions to displace English as a medium of instruction by Indian languages in the post-independence era. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ധാരാളം എഡ്യൂക്കേഷൻ കമ്മീഷൻസ് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസിന് പകരമായിട്ട് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ ശ്രമങ്ങളെ കുറിച്ചിട്ട് എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കാനായിട്ടാണ് ചോദ്യം. The Radhakrishnan Commission 1948-49, Kothari Commission 1964-66 and Ramamurthy Commission 1990 were pivotal in shaping India's education policy, particularly regarding the role of English and Indian languages as medium of instruction. മേലെ പറഞ്ഞിരിക്കുന്ന ഈ കമ്മീഷൻസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡേറ്റ് സഹിതം പഠിക്കുക. ഇതൊക്കെയായിരുന്നു ഇംഗ്ലീഷ് ഇന്ത്യൻ ലാംഗ്വേജസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്ന കമ്മീഷൻസ്. Radhakrishnan Commission 1948-49. The Radhakrishnan Commission recommended replacing English with an Indian language as a medium of instruction, emphasizing the importance of promoting regional languages and cultural practices while retaining English for accessing modern knowledge. However, it didn't specify which Indian language should replace English, likely due to the country's linguistic diversity and federal structure. ദി രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ തന്നെയാണ്. അവരെടുത്ത് പറയുന്നത് അല്ലെങ്കിൽ ഈ കമ്മീഷൻ എടുത്തു പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജസ് എന്നുവെച്ചാൽ മൾട്ടി ലാംഗ്വേജസ് ഉൾപ്പെടുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ ഈ ഇന്ത്യൻ ലാംഗ്വേജിന് പകരമായിട്ട് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രാധാന്യം അവർ കാണുന്നത് ഒരു മോഡേൺ എഡ്യൂക്കേഷനിൽ മോഡേണിറ്റി കൊണ്ടുവരാനായിട്ടാണ്. അപ്പോൾ അത് ഏത് ഭാഷ എന്ന് എടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നേ പറയുന്നുള്ളൂ. The Commission's vision for Indian culture was inclusive, recognizing the country's diversity and advocating for a federal language developed from various sources. Despite this, English continued to dominate education due to the Commission's silence on the national language issue. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇന്ത്യ അല്ലെങ്കിൽ ഈ നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഒത്തിരി ഡൈവേഴ്സിറ്റീസ് ഉള്ള കൺട്രിയാണ്, മൾട്ടി ലാംഗ്വേജസ് ഉള്ള കൺട്രിയാണ്. പക്ഷേ എങ്കിലും ഇവിടെ നമ്മളുടെ ഇംഗ്ലീഷിന് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചത് ഈ കമ്മീഷനൊക്കെ സൈലൻ്റായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ഇംഗ്ലീഷിന് ആയിരുന്നു ഇവർ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് നേറ്റീവ് ലാംഗ്വേജസിനെയും കാട്ടിലും. Kothari Commission 1964-66. The Kothari Commission introduced the 3-language formula, which included: first one, mother tongue or regional language; second, official language of the Union, Hindi, or associate official language, English; third, a modern Indian or foreign language. മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇവിടെ കോത്താരി കമ്മീഷൻ 3 ലാംഗ്വേജ് ഫോർമുലാസ് നൽകുന്നുണ്ട്. ഫസ്റ്റ് വൺ മദർ ടങ് ആണ്, നമ്മളുടെ മാതൃഭാഷ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ്. രണ്ടാമതായിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയെയോ അഥവാ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിനെയോ തിരഞ്ഞെടുക്കാമായിരുന്നു. തേർഡ്ലി മോഡേൺ ഇന്ത്യൻ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ്. മോഡേൺ ഇന്ത്യൻ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This formula allowed states flexibility in implementing language policies, accommodating anti-Hindi sentiments in some regions. The Commission also recommended developing Indian languages for education and administration and regionalizing the medium of education in universities.
ഈ കമ്മീഷൻ കൊണ്ടുവന്ന ഈ 3 ഫോർമുലാസും കാരണം കൊണ്ട് തന്നെ ധാരാളം കൺഫ്യൂഷൻ സ്റ്റേജ് നിലവിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആൻറ്റി ഹിന്ദി സെൻറ്റിമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സദേൺ ഇന്ത്യയിലായിരുന്നു കൂടുതലായിട്ടും ഹിന്ദിയോട് ഒരു എതിർപ്പ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ധാരണയിലായിരുന്നു. എന്നുവെച്ചാൽ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി ആക്കണമെന്ന് ഒരു കൂട്ടർ വാദിച്ചപ്പോൾ മറ്റൊരു വിഭാഗം അവർക്ക് അതിനോടൊരു താല്പര്യക്കുറവ് കാണിച്ചിരുന്നു. അവർക്ക് ഇംഗ്ലീഷിനോടായിരുന്നു കൂടുതലായിട്ടും ഒരു സപ്പോർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഈ കമ്മീഷൻ്റെ ഒരു സ്ഥിതിഗതി അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ആയിരിക്കണം. ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനും ഇന്ത്യൻ ലാംഗ്വേജസിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. However, critics argued that regionalization would create barriers to national unity and hinder academic excellence. The Commission's proposal for major universities with English as the medium of instruction sparked concerns about perpetuating English dominance and creating a hierarchy between English medium and regional language institutions. ഹിന്ദിയും ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഏത് തിരഞ്ഞെടുക്കണം, ഏതായിരിക്കും നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൻ്റെ ഒരു കാലഘട്ടമാണിത്. ഇവിടെ നമുക്ക് നാഷണൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നാഷണൽ യൂണിറ്റിക്ക് വേണ്ടി ഹിന്ദി നമുക്ക് സെലക്ട് ചെയ്യാം എന്നായിരുന്നു ഒരു വിഭാഗം ആൾക്കാരും പറഞ്ഞിരുന്നത്. എന്നാൽ അക്കാഡമിക് എക്സലൻസിന് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനായിരുന്നു അന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ നമ്മളുടെ നാഷണൽ ലാംഗ്വേജ് ആക്കി മാറ്റാം എന്നും പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അത് സദേൺ ഭാഗമായിരുന്നു. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Ramamurthy Commission 1990. The Ramamurthy Commission focused on universalizing primary education and vocationalizing and decentralizing education. It emphasized educating the masses directly to promote social justice and equality, implicitly critiquing the Machiavellian idea of educating a privileged few. രാമമൂർത്തി കമ്മീഷൻ 1990 നിലവിൽ വന്നതാണ്. ഈ ഒരു കമ്മീഷൻ ഫോക്കസ് ചെയ്തിരുന്നത് പ്രൈമറി ചെറിയ കുട്ടികൾ മുതലേ അവർ എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്നതായിരുന്നു ഇവരുടെ ഒരു രീതി. അതിന് മെയിനായിട്ട് അവർ ജസ്റ്റിസും സോഷ്യൽ ജസ്റ്റിസും ഇക്വാലിറ്റിയും ഒക്കെ എഡ്യൂക്കേഷൻ മുഖേന അവർക്ക് കിട്ടണം, അവർ അവിടെ നിന്ന് പഠിക്കണം എന്നായിരുന്നു ഇവർ വാദിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇവർ മാക്യുലൻ തിയറിക്ക് എതിരെയായിരുന്നു. മാക്യുലൻ തിയറി എങ്ങനെയായിരുന്നു? ഈ മാക്യുലൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അവർ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് മാത്രമായിരുന്നു എഡ്യൂക്കേഷൻ നൽകിയിരുന്നത്. ഇവരതിന് ഒപ്പോസായിരുന്നു. ഈ ഒരു കമ്മീഷൻ പറയുന്നത് അതിന് ഓപ്പോസായിട്ടാണ് പറയുന്നത്. പ്രൈമറി മുതലേ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമേ സോഷ്യൽ ജസ്റ്റിസും ഇക്വാലിറ്റിയും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനാകൂ എന്നാണ് രാമമൂർത്തി കമ്മീഷൻ വാദിക്കുന്നത്. Impact and challenges. Despite this commission's efforts, English remains dominant in Indian education, associated with social power and prestige. The Indian elite has used English to reap material benefits while ignoring the concerns of the masses. Attempts to promote Indian languages have been met with resistance, and the education system continues to perpetuate social disparities. കമ്മീഷൻസ് ധാരാളം എഫേർട്സ് എടുത്തിരുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷനെ മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ട്. പക്ഷേ എങ്കിൽ ഒരിക്കലും അവർക്കത് സാധ്യമായിരുന്നില്ല. കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അതുക്ക് മേലെ സുപ്പീരിയോറിറ്റി നേടിയിരുന്നു. അവരൊരു ഡോമിനൻ്റ് പവർ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് ഉണ്ടായിരുന്നു. നമുക്കത് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ദാൻ നേറ്റീവ് ലാംഗ്വേജസ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞോണം നമ്മൾ MA ഇംഗ്ലീഷ് ആയത്. അല്ലെങ്കിൽ MA നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജ് നമുക്ക് പ്രിഫർ ചെയ്യാമായിരുന്നു അല്ലേ.
അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരുന്നത്. സോഷ്യൽ പവർ, സോഷ്യൽ പ്രസ്റ്റേജിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തതും നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിന് നമ്മളൊന്ന് സൈഡാക്കി എടുത്തതും. അപ്പോൾ കമ്മീഷൻസ് ധാരാളം എഫേർട്സ് എടുത്തിരുന്നു. പിന്നെ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരവരുടെ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് അതിൽ നിന്നും കൂടുതലായിട്ട് ലഭിച്ചിരുന്നത്. നമുക്കതിനോട് ഇംഗ്ലീഷിനോടുള്ളൊരു സ്നേഹമോ കൂറോ അതൊന്നുമല്ല, മറിച്ച് എന്താ, നമുക്ക് ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ. എക്കണോമിക്കലി, സോഷ്യലി എല്ലാം നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളുടെ ഇന്ത്യൻ ലാംഗ്വേജസ് ഒന്ന് സൈഡായി മാറുകയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മുന്നിൽ. The Commission's recommendations reflect the complex interplay between language, culture, and power in India. While they aimed to promote Indian languages and cultures, they often reinforced the dominance of English, highlighting the need for a more nuanced approach to language policy in education. ഇന്ത്യയിലെ കൾച്ചറിൻ്റെയും പവറിൻ്റെയും ലാംഗ്വേജിൻ്റെയും ഒക്കെ തന്നെ ഒരു പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നവരായിരുന്നു ഈ കമ്മീഷൻസ്. അവർ ഒത്തിരി പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഇന്ത്യൻ ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒത്തിരി അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും ഇതൊരു ഫെയിലിയർ ആയിരുന്നു. കാരണം അതിനൊക്കെ മുകളിലായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അത് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്രയ്ക്കാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Discuss the 3 language formula recommended by the Kothari Commission of 1964 to 66. Do you think the formula was an attempt at a compromise between different political views on the subject of education? 1964 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കോത്താരി കമ്മീഷൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ചോദ്യം. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഒരു 3 ലാംഗ്വേജ് അല്ലെങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല എന്നത് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അന്ന് നിലനിന്നിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിലനിന്നിരുന്ന പല പൊളിറ്റിക്കലായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അതിനൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ടാണ് ഈ 3 ലാംഗ്വേജ് ഫോർമുല എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനൊന്ന് വിലയിരുത്താനാണ് ചോദ്യം. The Kothari Commission's 3 language formula was a significant attempt to address the contentious issue of language in education in India. The formula consisted of 3 components: the mother tongue or regional language, the official language of the Union Hindi or the associate official language English, and a modern Indian or foreign language. This formula was designed to satisfy divergent perspectives on the question of language, taking into account the political and social tensions surrounding the issue. കോത്താരി കമ്മീഷൻ്റെ ഒരു വലിയ പ്രയത്നമാണ് ഈ ഒരു 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേത് മദർ ടങ്, നമ്മളുടെ മാതൃഭാഷ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ആണ്. സെക്കൻഡ്ലി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനായിരുന്നു. പിന്നെ തേർഡ് വൺ മോഡേൺ ഇന്ത്യൻ ഓർ ഫോറിൻ ലാംഗ്വേജ്, നമുക്കറിയാം അത് ഇംഗ്ലീഷ് ആയിരിക്കണം. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആയിരുന്നു 3 ലാംഗ്വേജ് ഫോർമുലയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ലാംഗ്വേജ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ടെൻഷൻ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ ടെൻഷനെ ഒന്ന് കെടുത്താനായിട്ട് ആയിരുന്നു ഈ ഒരു അറ്റംപ്റ്റ്. The Commission's recommendation was a compromise between different political views, acknowledging the importance of regional languages while also recognizing the role of English and Hindi. By allowing states to choose between Hindi and English as a second language, the Commission gave flexibility to regions with anti-Hindi sentiments. Additionally, the option to choose a modern Indian or foreign language provided further flexibility. കമ്മീഷന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ലാംഗ്വേജ് ആയിരുന്നു അവിടുത്തെ മെയിൻ ഇഷ്യൂ. അപ്പോൾ ഇതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ തന്നെയായിരുന്നു ഈ 3 ലാംഗ്വേജ് ഫോർമുല നിലവിൽ വന്നിരുന്നത്. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് മെയിനായിട്ട് റീജിയണൽ ലാംഗ്വേജസിനാണ്. അത് ഇംഗ്ലീഷോ ഹിന്ദിയോ
അവർക്ക് സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും സെലക്ട് ചെയ്യാമായിരുന്നു. പിന്നെ മറ്റൊരു ഫ്ലെക്സിബിലിറ്റി കമ്മീഷൻ നൽകിയിരുന്നത് ആൻറ്റി ഹിന്ദി സെൻറ്റിമെൻറ്റ്സ് നിന്നിരുന്ന ഒരു സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയെ എതിർത്തിരുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ഇംഗ്ലീഷ് എന്നൊരു ഓപ്ഷൻ വന്നതും. പിന്നെ പറഞ്ഞിരുന്ന ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറയുന്നത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് ഏതെങ്കിലും അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജസ് ഏതെങ്കിലും ഇവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയും അവിടെ കൊടുത്തിരുന്നു. The three language formula can be seen as an attempt to balance competing demands. On one hand, the Commission recognized the importance of promoting regional languages and cultures. On the other hand, it acknowledged the significance of English as a language of higher education and international communication. By incorporating both regional language and English, the formula aimed to address concerns about national unity and academic excellence. ഇവിടെ കമ്മീഷൻ ഈ ഒരു 3 ഫോർമുല ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത പറയുക അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നതിന് ശേഷം ഇവരൊരു ബാലൻസിങ് നടത്തുന്നുണ്ട്. എന്തിൻ്റെ ബാലൻസിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇന്ത്യൻ ലാംഗ്വേജസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്ഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്യുക എന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു ബാലൻസ് നടത്തുന്നത്. ഒരു വശത്ത് അവർക്ക് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസ്റ്റ് പ്രോഗ്രസീവ് നേച്ചർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഹയർ എഡ്യൂക്കേഷനും ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ നമുക്ക് ഒരു ശക്തി നൽകുന്നത് നമ്മളുടെ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് നൽകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് തന്നെയാണ്. അതേസമയം മറ്റൊരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജസ് മൾട്ടി ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ അതും തള്ളിക്കളയാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അത് പ്രൊമോട്ട് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ 2 ലാംഗ്വേജസിനെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ലാംഗ്വേജസിനെയും അതുപോലെ തന്നെ നാഷണൽ ലാംഗ്വേജസിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് ഇവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ആശയം അവർ കൊണ്ടുവന്നത്. However, critics argued that the recognition scheme proposed by the Commission would create barriers to national unity and hinder academic excellence. Some scholars like A. Carr advocated for the preservation of English as the medium of instruction, citing its importance of national and international integration. Carr's concerns highlights the tension between promoting regional languages and maintaining academic standards. ഇദ്ദേഹത്തിന് ധാരാളം ക്രിട്ടിക്സ് ഓപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കമ്മീഷനെ. അവർ പറഞ്ഞിരുന്നത് ഈ ഒരു കമ്മീഷന് 3 ലാംഗ്വേജ് ഫോർമുല എന്നത് ചിലപ്പോൾ ഒരു തടസ്സമായിരിക്കാം. ബാരിയർ എന്ന് പറഞ്ഞ തടസ്സമായിരിക്കാം നാഷണൽ യൂണിറ്റിക്കും അതുപോലെ തന്നെ അക്കാഡമിക് എക്സലൻസിനും. അറിയില്ല അതിൻ്റെ സാധ്യതകളൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവുമെന്നാണ് കുറേ ക്രിട്ടിസൈസ് ചെയ്തിരുന്നത്. അതുപോലെ സ്കോളേഴ്സ് ലൈക്ക് എ കാർ അവരുടെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവരൊരു അഡ്വൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിനെ പ്രിസർവ് ചെയ്യണം, ഇംഗ്ലീഷിനെ നമ്മൾ പരമാവധി സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ധാരാളം ഇമ്പോർട്ടൻസ് നൽകണം. കാരണം അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാഷണൽ ആയിട്ട് മാത്രമല്ല ഇൻ്റർനാഷണലായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് എക്കണോമിക്കലി ആയാലും സോഷ്യലി ആയാലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഇനി കർവ്സ് കൺസേൺസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം ടെൻഷൻസ് ഉണ്ട്. എന്തിൻ്റെ ടെൻഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുകയും അക്കാഡമിക് സ്റ്റാൻഡേർഡിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അദ്ദേഹത്തിന് ധാരാളം ടെൻഷൻ ഉണ്ട്. ഇത് എന്തായി തീരും എന്നുള്ളത്. അവരൊക്കെ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ ഈ കമ്മീഷൻ കൊണ്ടുപോയി നടത്തുന്നത് എന്നതായിരുന്നു അവരുടെ ഒരു ടെൻഷൻ. The Kothari Commission's recommendations also reflected a
pragmatic approach. While advocating for the development of Indian languages, the Commission recognized the importance of English for accessing modern knowledge and international communication. The Commission's emphasis on developing Indian languages through English suggests a nuanced understanding of the complex relationships between language, culture, and power. കോത്താരി കമ്മീഷൻ ഡെഫിനറ്റ്ലി ഇന്ത്യൻ ലാംഗ്വേജസിനെയായിരുന്നു പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. അതേസമയം ആ ഒരു കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് കൾച്ചർ അത് അഡോപ്റ്റ് ചെയ്യുന്നത് മുഖേന ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും കോത്താരി കമ്മീഷന് അറിയാമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ രണ്ട് ലാംഗ്വേജസിനെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Despite its attempts at compromise, the Commission's recommendations ultimately protected the power and privileges of the English-speaking elite. The dominance of English in Indian education and administration persisted, perpetuating social disparities and limiting opportunities for upward social mobility for marginalized groups. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരുന്നത് എപ്പോഴും ഇന്ത്യൻ ലാംഗ്വേജസ് തന്നെയായിരുന്നു. അതേസമയം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു പവർ, പ്രിവിലേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് മുഖേന ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യുക എന്നത് മുഖേന ഇന്ത്യക്ക് വരുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഈ കമ്മീഷൻ അറിയാമായിരുന്നു. അതുമാത്രമല്ല, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ തന്നെ ഒരു വലിയ വ്യത്യാസം കാണപ്പെടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത വ്യക്തികൾക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. അതേസമയം സമൂഹത്തിൽ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സോഷ്യലിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്തിയിരുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് വളരെയധികം ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അറിയുന്നവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അറിയാത്തവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും തമ്മിൽ വളരെയധികം വ്യത്യസ്തതയുണ്ട്. നല്ല ജോലി സാധ്യതകളൊക്കെ ലഭിക്കണമെങ്കിൽ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അത്യാവശ്യമായിരുന്നു. In conclusion, the Kothari Commission's three-language formula was a genuine attempt to address the complex issue of language in education in India. While it acknowledged the importance of regional languages and culture, it also recognized the significance of English and Hindi. However, the formula's limitations and the Commission's pragmatism ultimately reinforced the dominance of English, highlighting the ongoing challenges in India's language policy debates. ഈ ഒരു ക്വസ്റ്റ്യൻ സമ്മറൈസ് ചെയ്യുമ്പോൾ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് 3 ലാംഗ്വേജ് പോളിസീസാണ് ഇതിലുള്ളത്. ആ 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൂടുതലായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ ലാംഗ്വേജസിനെ, നേറ്റീവ് ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. അതേസമയം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ ഇവർ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനും കൂടുതലായിട്ട് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവർ മനസ്സിലാക്കിയിരുന്നു. ഇനി ഇതേ സമയം തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, ഈ ബോത്ത് ലാംഗ്വേജസ് ഇത് നാഷണൽ ലാംഗ്വേജസ് ആയിട്ട് ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജിനെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തിൽ ഹിന്ദി ലാംഗ്വേജ് നാഷണൽ ലാംഗ്വേജ് ആയിട്ട് അന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല നാഷണൽ ലാംഗ്വേജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അവിടെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നതിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക്
കൺക്ലൂഡിങ് പാർട്ടിലുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇതേ കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആ ഭാഗങ്ങൾ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Third question. English played a highly significant role in the definition of Indian culture. Examine the statement in the light of the various debates on the relationship between English and Indian culture. ഇന്ത്യൻ കൾച്ചറിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത്? ഇംഗ്ലീഷും ഇന്ത്യയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ധാരാളം ക്രിട്ടിക്സ് അല്ലെങ്കിൽ ധാരാളം ഡിബേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഡിബേറ്റ്സ് നമ്മൾ എടുത്ത് എഴുതണം എന്തൊക്കെയാണ് അതെന്ന്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വിലയിരുത്തേണ്ടത്. The statement, English played a highly significant role in the definition of Indian culture, is a complex and multifaceted assertion that warrants a nuanced examination. English has indeed played a crucial role in shaping Indian culture, particularly in the context of colonialism and post-colonialism. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രസക്തി കൽപ്പിക്കുന്നതാണ്. ഇന്ത്യയുടെ കൊളോണിയലിസത്തിൻ്റെ സമയത്തായാലും പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ സമയത്തായാലും ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യനൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടവരുത്തിയ ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ്. During the British colonial era, English was imposed as a language of administration, education and culture. This led to a complex dynamic where English became a symbol of power, privilege, and modernity, while Indian languages and cultures were relegated to secondary status. The introduction of English education created a new class of Indians who were schooled in Western knowledge and values, leading to a cultural divide between the English educated elite and the masses. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ കൊളോണിയൽ ഇര, ആ സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മളെ നിർബന്ധപൂർവം പഠിപ്പിച്ച അല്ലെങ്കിൽ നിർബന്ധപൂർവം നമ്മളുടെ മേലെ ചുമത്തിയ ഒരു ലാംഗ്വേജ് ആയിരുന്നു അത്. നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ ഭാഷയും ആ കൾച്ചറൊക്കെ പഠിക്കുന്നതിനപ്പുറം നമുക്ക് വേറൊരു വഴിയില്ലായിരുന്നു. ആ സമയത്ത് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ലെവലിലായിരുന്നു. ഓക്കെ, അവർ നമ്മളുടെ മേലെ സുപ്പീരിയോറിറ്റി ചുമത്തിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ അനുഭവിച്ചിരുന്നത് ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ്. ഓക്കെ, ഇനി ഈ ഇംഗ്ലീഷ് തന്നെയാണ് എന്താ പറയുക, അതിനൊരു പവർ, അതിനൊരു പ്രിവിലേജ്, മോഡേണിറ്റി എല്ലാം തന്നെയുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഇംഗ്ലീഷ് ഭാഷ അറിയുന്നവർക്ക് ഒരു സ്റ്റാറ്റസ് അവരുടെ വേറെയാണ്. അതേസമയം അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരിക്കലും ഇംഗ്ലീഷ് എന്ന ഭാഷ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിന് മേലെ ഒരു സുപ്പീരിയോറിറ്റി പവർ അവർ അഡോപ്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരത് നേടിയെടുത്തിരുന്നു. അതേസമയം നമ്മളുടെ ഭാഷ എന്തായിത്തീരുന്നു, അതൊരു സെക്കൻഡറി ലാംഗ്വേജ് മാത്രമായിട്ട് നിലനിൽക്കുകയായിരുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇംഗ്ലീഷ് ഭാഷ നമ്മളുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നത്. ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ അവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷേഴ്സ് അവർക്ക് എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കുകയായിരുന്നു. അവരെ മാത്രം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമാക്കി മാറ്റിയിരുന്നു. അങ്ങനെ ഒരു ഡിവിഷൻ കൊണ്ടുവന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. The impact of English on Indian culture can be seen in the way it influenced Indian literature, art, and intellectual traditions. Many Indian writers and thinkers began to write in English, creating a new body of literature that was distinct from traditional Indian literature. This led to a blending of cultural influences with Indian themes and motifs being expressed through the medium of English. The works of writers like Rabindranath Tagore, Salman Rushdie, and Vikram Seth
among others, exemplify this cultural fusion. ഇന്ത്യയിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ചെറിയ തോതിലല്ലായിരുന്നു, മൊത്തത്തിൽ ലിറ്ററേച്ചറിന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റിമറിച്ച ഒരു സംഭവം തന്നെയാണ് ഈ ഇംഗ്ലീഷിൻ്റെ വരവ്. ലിറ്ററേച്ചറിൽ മാത്രമല്ല, സമൂഹത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ അത് വരുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എടുത്തു പറയാനായിട്ട് റൈറ്റേഴ്സ് ലൈക്ക് രവീന്ദ്രനാഥ് ടാഗോർ, സൽമാൻ റഷ്ദി, വിക്രം സേത്ത്, അങ്ങനെ ഒത്തിരി അധികം റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അവർ നല്ല രീതിയിൽ ലിറ്ററേച്ചറിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് ഇവർക്ക് നൽകാനായിട്ട് സാധിച്ചു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മുഖേന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഷ എടുത്തിട്ട്. However, the role of English in defining Indian culture has also been continuous. Critics argue that the dominance of English has led to the marginalization of Indian languages and cultures, creating a cultural hierarchy where English is privileged over indigenous languages. This has resulted in a loss of cultural diversity and a homogenization of Indian culture among Western lines. എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു വിഭാഗം ക്രിട്ടിക്സ് അവർ പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ മുഖേന ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഇംഗ്ലീഷ് ഭാഷ വന്നതോട് കൂടിയിട്ട് അതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അവിടെ പ്രാധാന്യം നൽകുമ്പോൾ ഇവിടെ ഇൻഫീരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒന്നും നോട്ട് ചെയ്യാതെ ഇഗ്നോർ ആയി പോയിരുന്നത് നമ്മളുടെ ഓൺ നേറ്റീവ് ലാംഗ്വേജസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിറ്ററേച്ചറിലായാലും ആ പുരോഗതിയിൽ ഉള്ള ഒരു കുറവാണ് കാണപ്പെടുന്നത്. അതേസമയം ഇംഗ്ലീഷിനെ അവിടെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. Moreover, the association of English with power and privilege has created social disparities, where those who have access to English education are seen as more elite and cultured. This has led to accusations of cultural elitism and exclusivity, where English becomes a barrier to social mobility and cultural participation for those who do not have access to it. അതുമാത്രമല്ല, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന നമ്മുടെ സമൂഹത്തിൽ തന്നെ രണ്ട് വിഭാഗം ജനങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഒന്ന് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും. അൺഎഡ്യൂക്കേറ്റഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അവരൊന്നും പഠിച്ചിട്ടില്ല എന്നല്ല, അതേസമയം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലായിരിക്കാം. ഇംഗ്ലീഷ് ഭാഷയിൽ വിദ്യാഭ്യാസം നേടിയവർക്ക് ഒരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ അവരൊരു പ്രിവിലേജ് സമൂഹത്തിൽ അവർക്ക് നൽകപ്പെടുന്നുണ്ട്. അപ്പം മറ്റുള്ളവരെ നമ്മൾ ചെറുതാക്കി കാണുക അല്ലെങ്കിൽ മീൻസ് സമൂഹത്തിലൊരു വേർതിരിവാണ് ഇവിടെ ഈ ഒരു ഭാഷ മുഖേന ഉണ്ടായിരിക്കുന്നത്. Despite this criticism, English has also played a significant role in promoting Indian culture globally. Indian writers in English have gained international recognition, introducing Indian themes and perspectives to a global audience. English has facilitated the creation of a pan-Indian identity, allowing Indians from different regions and linguistic backgrounds to communicate and share cultural experiences. ഒരു ഭാഗത്ത് ക്രിറ്റിസിസം ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പിന്നെയും ഇംഗ്ലീഷ് ഭാഷയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് ഗ്ലോബലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പാൻ ഇന്ത്യൻ ഐഡൻറ്റിറ്റി എന്ന് തന്നെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. The debates surrounding the relationship between English and Indian culture highlight the complexities of cultural identity in a post-colonial context. While English has undoubtedly played a significant role in shaping Indian culture, it is essential to recognize the importance of indigenous languages and cultures in defining India's cultural heritage. A more nuanced understanding of the relationship between English and Indian culture would acknowledge both the benefits and limitations of English in promoting cultural diversity and exchange. ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന ധാരാളം പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും
നമ്മളെ ഇന്ത്യൻസിനെ ഈ ഒരു ഭാഷ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. നമുക്ക് ഗ്ലോബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ ഒരു പ്രിവിലേജ് കിട്ടുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇത് മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഭാഷ അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജസിനെ നമുക്ക് തള്ളിക്കളയാം, അല്ലെങ്കിൽ അതിന് ഒരു പ്രാധാന്യം കുറവ് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അതുപോലെ സമൂഹത്തിൽ ഒത്തിരി ഡൈവേഴ്സിറ്റീസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിവിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു ഭാഷ. അങ്ങനെ ധാരാളം നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി ധാരാളം ലാംഗ്വേജസ്, മൾട്ടി ലാംഗ്വേജസ്, അതുപോലെ മൾട്ടി കൾച്ചേഴ്സ് ഉള്ള ഒരു കൺട്രിയാണ്. അപ്പം നമ്മളെല്ലാവരും എന്നിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം അട്രാക്റ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു സിംഗിൾ ലാംഗ്വേജിനാണ്, അല്ലെങ്കിൽ സിംഗിൾ കൾച്ചറാണ്. ഏതാ? ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷേനെ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഇത്ര നിരവധി ഭാഷകളും നിരവധി കൾച്ചേഴ്സും ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ ഈ ഒരു ഭാഷേനെ മാത്രം അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ എല്ലാ ഭാഷകളും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ ലെസ് പ്രിവിലേജ് കൊടുത്തിട്ട് ഈ ഒരു ഭാഷയെ നമ്മൾ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഭാഷയ്ക്ക് തന്നെയായിരിക്കണം നമ്മൾ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നത്, അല്ലേ? ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്, നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് എന്തിനായിരിക്കണം ഉപയോഗിക്കേണ്ടത്? കമേഴ്ഷ്യലി, അല്ലെങ്കിൽ നമ്മൾക്കത് ആ ഒരു ഭാഷ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട്, അല്ലെങ്കിൽ ആ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ ലാംഗ്വേജിനും ഇന്ത്യൻ കൾച്ചറിനും നമ്മൾ പ്രാധാന്യം നൽകണം എന്നതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ ഈ ആൻസറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം. In conclusion, the statement English played a highly significant role in the definition of Indian culture highlights the complex and multifaceted nature of cultural identity in India. While English has undoubtedly influenced Indian culture, it is essential to recognize the importance of indigenous languages and cultures in defining India's cultural heritage. A nuanced understanding of the relationship between English and Indian culture would acknowledge both the benefits and limitations of English in promoting cultural diversity and exchange. ഇനിയും വലിയ വിശദീകരണങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് 2 പാരഗ്രാഫ് തന്നെ കൺക്ലൂഷൻ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിം മീനിങ് തന്നെയാണ് അതിന് വരുന്നത്. നമ്മൾ ഇന്ത്യൻ ഭാഷയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഇവിടെ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കയ്യിൽ നിന്നെടുത്ത് എഴുതാം കേട്ടോ. ഇപ്പം ഞാൻ പറയുന്ന അതേ ടെസ്റ്റ് അങ്ങനെ തന്നെ കോപ്പി അടിക്കണം എന്നൊന്നും നമുക്ക് MAക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. So you just understand the points and you write it by yourself. Okay, so we move on to the next question. Question number 4. Do you think that the dominance of English in the educational sphere after 1947 reflects a betrayal of the promise made to the Indian people at the time of independence? Give a recent answer. 1947 ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ധാരാളം ലീഡേഴ്സ് ഒത്തിരി പ്രോമിസസ് ഇന്ത്യൻസിന് നൽകിയിരുന്നു. ഇപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, ഈ 1947 ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് നൽകിയിരിക്കുന്ന ആ പ്രോമിസസ് നിലവിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പ്രോമിസസ് ഒക്കെ മറന്നു പോയോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഇപ്പം എന്തായി എന്നൊക്കെയാണ് ആ ചോദ്യത്തിൽ നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് റീസണബിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നത്. The dominance of English in the educational sphere after 1947 can be seen as a betrayal of the promises made to the Indian people at the time of independence. Here's why. First one, promise of promoting Indian languages and cultures. The Indian independence movement was partly driven by a desire to promote Indian languages and cultures, which were seen as being suppressed under British rule. However, after independence, English continued to dominate the education system, potentially undermining the development of Indian languages and cultures.
നമ്മളുടെ 1947 സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ഇന്ത്യൻ ലാംഗ്വേജസും ഇന്ത്യൻ കൾച്ചേഴ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള പ്രോമിസസ് ആയിരുന്നു നമ്മുടെ ലീഡേഴ്സ് നൽകിയിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്? പക്ഷെ അതിനുശേഷം ഇംഗ്ലീഷ് ഭാഷയ്ക്കായിരുന്നു നമ്മളെല്ലാവരും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, ഇനി അപ്പോൾ ഇന്ത്യൻ ഭാഷയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു? ഇന്ത്യൻ ഭാഷേനെ ഇന്ത്യൻ കൾച്ചറിന് ഒന്ന് ചെറുതായിട്ട് ഒന്നവർ താഴ്ത്തിയിട്ടാണ് ഇംഗ്ലീഷിൻ്റെ ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. Secondly, lack of emphasis on linguistic diversity. Despite the country's rich linguistic diversity, English remained the primary language of higher education and government. The limited opportunities for students who did not have access to quality English education perpetuating social and economic inequalities. ധാരാളം ഭാഷകളുള്ള ഒരു റിച്ച് കൺട്രിയാണ് ഇന്ത്യ എങ്കിലും ഇംഗ്ലീഷ് ഭാഷ അറിയാതെ നമുക്ക് എവിടെയും ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടാനായിട്ട് സാധ്യമല്ല. ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ 1947 മുതലുള്ള കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് ലഭിക്കണം. ജോലിയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് വൺ, perpetuation of colonial legacy. The continued dominance of English in education can be seen as a perpetuation of the colonial legacy, where English was imposed as a language of power and privilege. This has contributed to the persistence of social and economic disparities, with those who have access to English education holding an advantage over those who do not. മുൻപത്തെ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന അതേ പോയിന്റ് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലൊരു ഡിവിഷൻ വരികയാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന ഇത് വിദ്യാഭ്യാസമുള്ളവർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉള്ളവർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാത്തവർ എന്നുള്ള ഒരു വേർതിരിവ് ഒക്കെയാണ് നമ്മളിവിടെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർത്ത് വൺ, unfulfilled expectations. Many Indians expected that independence would lead to a greater emphasis on promoting Indian languages and cultures in education. However, the continued dominance of English has meant that these expectations remain unfulfilled, potentially contributing to a sense of disillusionment and betrayal. ഒരു വിഭാഗം ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ എല്ലാവരുടെയും ഒരു വിചാരം തന്നെ 1947 ശേഷം ഇംഗ്ലീഷ് ഭാഷയായിരിക്കില്ല, നമ്മളുടെ ഭാഷകളും ഇന്ത്യൻ ഭാഷകളും നമ്മളുടെ കൾച്ചേഴ്സൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ടായിരുന്നു സംഭവിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയ്ക്കായിരുന്നു, അവരുടെ കൾച്ചേഴ്സിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. അത് പലരെയും നിരാശപ്പെടുത്താനായിട്ട് കാരണമായിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ, impact on social mobility and equality. The dominance of English has limited opportunities for social mobility and equality, particularly for those from marginalized communities who may not have access to quality English education. This has perpetuated social and economic inequalities, undermining the promise of equal opportunities for all. സമൂഹത്തിലുണ്ടാകുന്ന ഒരു വേർതിരിവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പിന്നെയും പറയുന്നത്. നമുക്ക് ഇക്വാലിറ്റിക്കൊക്കെ വേണ്ടി ഒത്തിരി വാദിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. പക്ഷേങ്കിലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സാധാരണക്കാരൊക്കെ ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്നൊരു കാരണത്താൽ, അല്ലെങ്കിൽ അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല, ഹൈ ലെവലിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. In conclusion, the dominance of English in the educational sphere after 1947 can be seen as a betrayal of the promises made to the Indian people at the time of independence. The failure to promise Indian languages and cultures, perpetuation of colonial legacy, and limited opportunities for social mobility and equality have all contributed to this sense of betrayal. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സമ്മറൈസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ വീഡിയോ, ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.